നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത മഴയും കാറ്റും. ചാലക്കുടിയിലെ കൊരട്ടിയിൽ വ്യാപക നാശം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. പലയിടത്തും വീടുകൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു. വ്യാപകമായ രീതിയിലുള്ള കൃഷിനാശം സംഭവിച്ചു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ വൈദ്യുതി വിതരണം നിലച്ചു. കോനൂർ വർഗീസ് തച്ചുപറമ്പന്റെ വീട്ടുപറമ്പിലെ ജാതി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. തെക്കിനിയത്ത് പൗലോസിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് നാശം സംഭവിച്ചു. തോമസ് തെക്കിനിയത്ത്, ഗാന്ധിനഗറിൽ അയ്യപ്പൻ എന്നിവരുടെ പറമ്പിലെ നിരവധി മരങ്ങൾ വീണു. സജിയുടെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിൽ മരം വീണു. JTSന് സമീപം പലയിടത്തും വ്യാപകമായ രീതിയിൽ വാഴകൾക്ക് നാശം സംഭവിച്ചു. തെങ്ങ്, കവുങ്ങ്, ജാതി തുടങ്ങിയ മരങ്ങൾ വ്യാപകമായി പിഴുതു വീണു. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ ലോറി ഇടിച്ച 12 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വാഹനാപകടത്തിൽ 12 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മലപ്പുറം വാഴക്കോട് പാറക്കുരിശ്ശേരി സ്വദേശി ഫാത്തിമ സനയാണ് മരിച്ചത്. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ ലോറി അറപ്പുഴയിൽ വെച്ച് പോലീസ് പിടിച്ചു. ഗുണ്ടാക്രമണം. വീട്ടമ്മയ്ക്ക് വെട്ടേറ്റു. തൃശൂർ താന്യം സ്വദേശിയായ ലീലയ്ക്കാണ് വെട്ടേറ്റത്. മകനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് വെട്ടേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. ലീല താമസിക്കുന്നതിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു സംഘം അക്രമികൾ കയറി ബഹളമുണ്ടാക്കി. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് കാരണം അന്വേഷിക്കാൻ ലീലയുടെ മകൻ കയറി ചെന്നു. ഇതിനിടെ സംഘം യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. മകനെ ഉപദ്രവിക്കുന്നത് തടുക്കുന്നതിനായാണ് ലീല ഇവിടേക്കെത്തിയത്. ഇതോടെ അക്രമികൾ ലീലയുടെ നേരെ തിരിഞ്ഞു. തുടർന്ന് നടന്ന ആക്രമണത്തിനിടെയാണ് ലീലയ്ക്ക് വെട്ടേറ്റത്. കൊല്ലത്ത് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കൊലയാളി ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തി. തേജസ് രാജ് എന്ന ചവറ സ്വദേശിയുടേതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലയാളിയുടെ മൃതദേഹം കണ്ടെത്തിയ റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നും ചോര പുരണ്ട നിലയിൽ കാർ കണ്ടെത്തി. ഇത് കൊലയാളി ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. മരിച്ചയാൾ ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിന്റെ കൊലയാളിയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രാത്രി 7 മണിയോടെയാണ് ഉളിയകോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസിനെ കാറിലെത്തിയ ആൾ കുത്തിക്കൊലപ്പെടുത്തിയത്. തടയാൻ ശ്രമിച്ച ഫെബിന്റെ അച്ഛൻ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഫെബിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കനത്ത ചൂട്. വിചാരണ കോടതിയിൽ കറുത്ത കോട്ടും ഗൗണും ധരിക്കേണ്ട ഇളവ് നൽകി ഹൈക്കോടതി. കനത്ത ചൂട് കണക്കിലെടുത്ത് അഭിഭാഷകർക്ക് ഡ്രസ് കോഡിൽ ഇളവ് നൽകി ഹൈക്കോടതി. വിചാരണ കോടതികളിൽ കറുത്ത കോട്ടും ഗൗണും ധരിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മെയ് 31 വരെയാണ് ഇളവ്. ഹൈക്കോടതിയിൽ അഭിഭാഷകർക്ക് ഗൗണിലും ഇളവുണ്ട്. ചൂട് കടുത്ത സാഹചര്യത്തിൽ ഡ്രസ് കോഡിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകിയിരുന്നു. ചൂട് കൂടുന്നതിനാൽ കറുത്ത ഗൗണും കോട്ടും ഒഴിവാക്കി നൽകണമെന്നായിരുന്നു ആവശ്യം. പിന്നാലെയാണ് ഇളവ് നൽകിയത്.